ഹലോ, എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ ഒറിജിനൽ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പറയുന്നത് ഒറിജിനലായിട്ടുള്ള കഥയാണ് കേട്ടോ. മാത്രമല്ല ഒരു 70-80% ഇതിങ്ങനെയായിരിക്കുള്ളൂ നാളത്തെ എപ്പിസോഡിൽ വരാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാം. ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? കലാവതി മുത്തശ്ശി 2 ടീമുകളായിട്ട് തരംതിരിക്കുകയുണ്ടായി. അതായത് പെണ്ണുങ്ങൾ ഒരു ടീം, ആണുങ്ങൾ മറ്റൊരു ടീം. അപ്പോൾ പെൺ ടീമിൻ്റെ തലവനായിട്ട് നമ്മുടെ രവീന്ദ്രനെയും ആൺ ടീമിൻ്റെ തലവയായിട്ട് നമ്മുടെ ചന്ദ്രയെയും മുത്തശ്ശി തിരഞ്ഞെടുക്കുകയാണ്. എന്തായാലും തൻ്റെ ടീമിൽ സച്ചി ഉള്ളത് ഒട്ടും തന്നെ ചന്ദ്രയ്ക്ക് പിടിക്കുന്നില്ല കേട്ടോ. അപ്പം ചന്ദ്രയുടെ മുഖം പെട്ടെന്നങ്ങ് മാറുകയാണ്. ഈ സമയത്ത് ശ്രുതി പറയുകയാണ്, മുത്തശ്ശി ഈ ടീമിൽ നിന്ന് ആരെങ്കിലും ഒരാളെ മാറ്റിയിട്ട് സുധീനെ ഈ ടീമിലേക്ക് ഇടോ, ഞങ്ങൾ കപ്പിളായിട്ട് കളിച്ചോളാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി പറയുകയാണ്, ആരും കപ്പിൾസായിട്ട് കളിക്കേണ്ട, ഇങ്ങനെ തന്നെ നിന്നാൽ മതി എന്ന് പറയാൻ കേട്ടോ. ആ സമയത്ത് ചന്ദ്രയും പറയുകയാണ്, എനിക്കും ഈ ടീമിലെ ആളെ മാറ്റണം. സച്ചി എൻ്റെ കൂടെ നിൽക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊന്നുമില്ല. ഞാനെന്തായാലും ഇവരുടെ കൂടെ നിന്നോളാം. ശ്രുതിനെയോ അല്ലെങ്കിൽ വർഷയോ അങ്ങോട്ട് തരാൻ പറയുകയാണ് സച്ചിക്ക് പകരം. അപ്പോൾ മുത്തശ്ശി പറയുകയാണ്, അതെ, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഇങ്ങനെ വേണം ഇവിടെ മത്സരിക്കാനായിട്ട്. ആണുങ്ങളൊരു ടീം, പെണ്ണുങ്ങളൊരു ടീം, അതാണ് ഇവിടുത്തെ മത്സരം എന്ന് പറയുകയാണ്. മുത്തശ്ശി അങ്ങനെ കടുപ്പിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ചന്ദ്രയ്ക്ക് മറ്റൊന്നും ഇനി പറയാനായിട്ടില്ല. അടുത്ത സീനിൽ മത്സരമാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ മത്സരം എന്ന് പറയുന്നത് ഉറിയടി മത്സരമാണ്. അപ്പോൾ ഈ ഉറി മുകളിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നത് കാണുമ്പോഴത്തേക്കും വർഷ ചോദിക്കുകയാണ്, അല്ല ഇതെന്താ കാലമൊക്കെ മുകളിൽ കെട്ടി വെച്ചിരിക്കുന്നത്? അപ്പോഴേക്കും നമ്മുടെ രേവതി പറഞ്ഞു കൊടുക്കുകയാണ്, അത് കാലമല്ല, ഉറിയാണ്. ഈ ഉറി വേണം ഉടയ്ക്കാനായിട്ട്. ഓ അങ്ങനെയാണോ? ഞാൻ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതുപോലെ പല സിനിമകളിൽ ഇങ്ങനെ ഉറി കെട്ടി ഉടയ്ക്കുന്നത്. എന്തായാലും ഞാൻ ഇപ്പം തന്നെ ഉടയ്ക്കാം, ഒരു കല്ലെടുത്ത് എറിഞ്ഞ് ഞാൻ തന്നെ ഉടയ്ക്കാമെന്ന് പറയുകയാണ്. അപ്പോഴേക്ക് രേവതി പറയുകയാണ്, അയ്യോ മോളെ, ഇങ്ങനെ കല്ലെടുത്ത് എറിഞ്ഞല്ല ഉടയ്ക്കേണ്ടത്, നമ്മളെ ഉറി അടിച്ചു വേണം ഉടയ്ക്കാനായിട്ട്, അതിൻ്റേതായിട്ടുള്ള റൂൾസ് ഉണ്ടെന്ന് പറയുകയാണ്. അങ്ങനെ മത്സരം ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിൻ്റെ അടുത്ത് വർഷ പറയുകയാണ്, അത് പിന്നെ നമുക്ക് സച്ചി ജയിക്കാതിരിക്കാൻ നമ്മൾ ജയിക്കേണ്ട അത്യാവശ്യമുണ്ട്. എവിടെയും ഏതിനും സച്ചിയാണ് ജയിക്കുന്നത്, ഈ തവണ അവനെ ജയിപ്പിക്കരുതെന്ന് പറയാണ് കേട്ടോ. അങ്ങനെ ശ്രുതിയും വർഷയും ഒരു പ്ലാനിങ്ങിൽ തന്നെയാണ് ഈ കളി കളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉണ്ട് ആദ്യത്തെ വരവ് നമ്മുടെ സുധിയാണ് കേട്ടോ. അപ്പോൾ സുധി വന്നിട്ട് ഇതൊക്കെയാണോ, ഇതൊക്കെ എനിക്ക് ഭയങ്കര സിമ്പിളാണ്, എൻ്റെ ഹൈറ്റിന് ഇപ്പം തന്നെ ഉടയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോലുമായിട്ട് അങ്ങ് ചെല്ലുകയാണ്. അപ്പോഴേക്കും എല്ലാവരും പറയുകയാണ്, ഇങ്ങനെ എല്ലടാ ഉടയ്ക്കേണ്ടത്, കണ്ണ് കെട്ടിയിട്ട് വേണം ഉടയ്ക്കാൻ, എടാ പഠിച്ച വിഡ്ഢി നമ്മുടെ സച്ചി പറയുകയാണ് കേട്ടോ. ഇത് കേട്ട സുധി, അങ്ങനെയാണോ ഉടയ്ക്കുന്നത്? കണ്ണ് കെട്ടിയ പിന്നെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും സച്ചി പറയാണ്, ഇങ്ങനെയാണ് ഇതിൻ്റെ റൂൾസ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണ് കെട്ടിയിട്ട് കറക്കി വിടുകയാണ് കേട്ടോ. കണ്ണ് കെട്ടി കറക്കിയോടുകൂടി നമ്മുടെ സുധിക്ക് ബോധമില്ലാണ്ടാവുകയാണ്, ഏത് വഴിക്കാണ് പോകേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ചന്ദ്രയാണെങ്കിൽ എടാ നല്ല ചാടി അടിക്ക്, ഓങ്ങി അടിക്ക്, നിന്നെക്കൊണ്ട് പറ്റും, സുധി അടിക്കുന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട് മകനെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതിയും പറയുകയാണ്, സുധി നേരെ വന്ന് മുകളിലേക്ക് അടിക്കുക, വലത്തോട്ട് എന്നൊക്കെ പറയുകയാണ്. ഇത് കേൾക്കുന്ന വർഷ വേഗം തന്നെ ശ്രുതിയോട് പറയുകയാണ്, നിങ്ങളിങ്ങനെ ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കല്ലേ, നമുക്ക് സച്ചിനെ തോൽപ്പിക്കാനുള്ളതല്ലേ, നിങ്ങളിങ്ങനെ ഡയറക്ഷൻ പറഞ്ഞു കൊടുത്താൽ സച്ചിൻ്റെ ടീമല്ലേ ജയിക്കുള്ളൂ. അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ്, പാവം സുധി എൻ്റെ ഭർത്താവല്ലേ, അദ്ദേഹത്തെ എൻകറേജ് ചെയ്യുന്നുള്ളൂ ഞാനെന്ന് പറയുകയാണ്. അപ്പോഴേക്കും വർഷ പറയുകയാണ്, അത് ശരിയല്ല, അങ്ങനെ പറയണ്ടെന്ന് പറയാണ് കേട്ടോ. എന്തായാലും വർഷ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ നമ്മുടെ ശ്രുതി വലിയ കാര്യമായിട്ട് എൻകറേജ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോഴാണെങ്കിലോ നമ്മുടെ ശ്രുതിയാണെങ്കിൽ തോറ്റു പോവുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയുടെ മുഖം ആകെ വാടിപ്പോവാണ്. ശ്രുതിമോൻ ജയിക്കുമെന്നാണ് ചന്ദ്ര വിചാരിച്ചതേ. ശ്രുതിക്കും വിഷമാവാണ്. അടുത്ത സീനിൽ കാണിക്കുന്നത് എന്തായാലും ചന്ദ്രയുടെ ടീം തോറ്റു, ഞങ്ങളുടെ ടീമാണ് ഇനി ഇറങ്ങാൻ പോകുന്നതെന്ന് രവീന്ദ്രൻ പറയുകയാണ്. അപ്പം ചന്ദ്ര ഇറങ്ങിക്കോ, പെൺപുലിയാണ് ഇനി ഇറങ്ങാൻ പോകുന്നത്, മോളെ ശ്രുതി നീ ഇറങ്ങുമെന്ന് പറയുകയാണ് രവീന്ദ്രൻ. അങ്ങനെ ശ്രുതി ഓടി വരികയാണ്. അങ്ങനെ ശ്രുതിയുടെയും കണ്ണ് കെട്ടിയിട്ട് കറക്കി വിടുകയാണ് കേട്ടോ. ശ്രുതി ഇപ്പം ജയിക്കും എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മുടെ ശ്രുതി നോക്കി നിൽക്കുന്നത് കേട്ടോ. പക്ഷേ നമ്മുടെ ശ്രുതിയും കളവും എല്ലാം വിട്ട് ദൂരേക്ക് പോവുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സച്ചി ചോദിക്കുകയാണ്, അത് ശരി, ഇവരിപ്പോൾ മലേഷ്യക്കാണല്ലോ പോകുന്നത്, കളവും എല്ലാം വിട്ടു പോയല്ലോ എന്ന് പറയുകയാണ്. അങ്ങനെ വർഷം എന്നിട്ട് എന്താ ശ്രുതി നിങ്ങൾ ജയിച്ചില്ലല്ലോ, കഷ്ടമായിപ്പോയി എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രുതിയുടെ ഊഴവും കഴിഞ്ഞു. അടുത്തതായിട്ട് നമ്മുടെ ശ്രീകാന്താണ് കളത്തിലിറങ്ങാൻ പോകുന്നത് കേട്ടോ. അങ്ങനെ ശ്രീകാന്ത് ഇപ്പം ജയിക്കും എന്നുള്ള ലെവലിലാണ് നമ്മുടെ ചന്ദ്ര ഇരിക്കുന്നത്. ശ്രുതി പോയാൽ ശ്രീകാന്ത് ജയിക്കും ആ ഒരു ലെവലിൽ. അങ്ങനെ ശ്രീകാന്ത് കണ്ണൊക്കെ കെട്ടി ഇറങ്ങി.
ആ സമയത്ത് ശ്രുതിനോട് ഭർത്താവായ ശ്രുതിയെ എൻകറേജ് ചെയ്യരുതെന്ന് പറഞ്ഞ വർഷ തന്നെ സ്വന്തം ഭർത്താവിനെ എൻകറേജ് ചെയ്യുകയാണ്. നിനക്ക് പറ്റൂടാ, നീ നല്ല രീതിയിൽ തന്നെയാടാ കളിക്കണേന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യുകയാണ്. പക്ഷേ നമ്മുടെ ശ്രീകാന്തിനും ഉറിയടിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴേക്കും വർഷ എൻകറേജ് ചെയ്യുന്നത് കണ്ട് ശ്രുതി ചോദിക്കുകയാണ്, അല്ല വർഷയല്ല എന്നോട് പറഞ്ഞത് ശ്രുതിനെ എൻകറേജ് ചെയ്യാൻ പാടില്ല, സച്ചിയുടെ ടീം ജയിക്കുമെന്ന്. ഇപ്പോൾ വർഷ എന്താ ചെയ്യുന്നത്? ഞാൻ ജസ്റ്റ് ഡയറക്ഷനൊന്നുമല്ലല്ലോ പറഞ്ഞത്, എൻകറേജ് ചെയ്യുക മാത്രമല്ലേ ചെയ്തോളൂ എന്ന് പറയുകയാണ്. അത് തന്നെയാണ് ഞാനും ചെയ്തതെന്ന് ശ്രുതി പറയുകയാണ്. അങ്ങനെ വർഷയും പറയുകയാണ്, എങ്കിൽ ശരി ഞാൻ പറയുന്നില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ശ്രീകാന്ത് തോറ്റു. അടുത്തതായിട്ട് നമ്മുടെ പെൺപുലികളിൽ വർഷ അങ്ങ് ഇറങ്ങുക കേട്ടോ. വർഷം ഇറങ്ങിയതും വർഷം എന്ത് ചെയ്യണം, അളവൊക്കെ എടുത്താണ്, അതായത് ഓരോ അടി എത്ര അടി നടന്നാലാണ് ഈ ഉറിയുടെ അടുത്ത് എത്താൻ പറ്റുന്നത്, എത്ര പൊക്കത്തിലാണ് ഉറി എന്നൊക്കെ മെഷർമെൻറ്റൊക്കെ ചെയ്താണ് വർഷ വരുന്നത്. ഭയങ്കര ഷോയിലാണ് വരുന്നത്. അപ്പോൾ ഇത് കാണുന്ന സച്ചി പറയാണ്, അളന്ന് തന്നെ കണ്ണ് കെട്ടി കൊടുക്കുക ചേച്ചി എന്ന് പറയുകയാണ്. അങ്ങനെ കണ്ണ് കെട്ടി നമ്മുടെ വർഷേനെയും ചുറ്റിക്കറക്കി വിട്ടു. വർഷ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഉറിയുടെ അടുത്ത് എത്തുന്നൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ വർഷ ഉറിയടിക്കാൻ എത്തുമ്പോൾ വർഷയ്ക്ക് പൊക്കം കുറവായതുകൊണ്ട് തന്നെ ഉറിയടിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് കണ്ടു നിൽക്കുന്ന നമ്മുടെ രേവതി ആണെങ്കിലോ വർഷ എടുത്തു പൊക്കി ഉറിയടിക്കാൻ സഹായിക്കും. അപ്പോൾ ഇത് കാണുന്ന സച്ചിയുടെ ടീമിലുള്ളവരും പറയും ഇത് ഫോൾട്ടാണ്, ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആയിക്കഴിയുമ്പോഴത്തേക്കും രേവതി ചോദിക്കുകയാണ്, അല്ല സച്ചി ഏട്ടാ, അവൾക്ക് കയ്യെത്താത്തത് കൊണ്ടല്ലേ, അവൾ കൃത്യമായിട്ട് ഉറിയുടെ അടുത്ത് തന്നെ എത്തിയല്ലോ, ആയിരിക്കാം ഉറി എത്തി അടിക്കണം അല്ലെങ്കിൽ ചാടി അടിക്കണം, അല്ലാതെ ഇതുപോലെ എടുത്തു പൊക്കിയൊന്നും അടുപ്പിക്കാൻ പറ്റൂല എന്ന് പറയുകയാണ്. അങ്ങനെ രേവതിയും തിരിച്ചു പോവുകയാണ്. വർഷയ്ക്ക് ഉറി അടിക്കാൻ പറ്റുന്നില്ല. അടുത്തതായിട്ട് നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ്, വർഷ പോയാൽ എന്താണ്, നമ്മുടെ പെൺപുലിയായിട്ടുള്ള രേവതി ഇറങ്ങാൻ പോവുകയാണെന്ന് പറയുകയാണ്. അപ്പോൾ രേവതി ആകുമ്പോഴത്തേക്കും ചന്ദ്രയുടെ മുഖം അങ്ങ് ചുളിക്കുകയാണ്. വർഷയ്ക്കും ശ്രുതിക്കും പറ്റാത്ത എന്തൊന്നാ രേവതിക്ക് പറ്റാൻ പറ്റുന്നേ എന്നിങ്ങനെ നമ്മുടെ ചന്ദ്ര പറയുകയാണ്. ആ സമയത്ത് ശ്രുതിയും പറയുകയാണ്, ഇത്രയും വിവരവും വിദ്യാഭ്യാസമുള്ള എൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ വർഷയ്ക്കും പറ്റിയില്ല, പിന്നെയാണ് ഈ പൂ കിട്ടുന്ന രേവതിക്ക്. മാത്രമല്ല രേവതിക്കാണെങ്കിൽ ഒട്ട് ഹൈറ്റും ഇല്ല, എല്ലാം നല്ല ഹൈറ്റുള്ള എനിക്ക് പോലും പറ്റിയില്ല ശ്രീകാന്ത്, പിന്നെയാണ് ഈ ഹൈറ്റ് കുറഞ്ഞ രേവതി എന്ന് ശ്രീകാന്തിനോട് നമ്മുടെ ശ്രുതി പറയുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രേവതിയുടെ കണ്ണ് കെട്ടുന്നു, രേവതിനെ കറക്കി വിടുന്നു. രേവതി ആണെങ്കിൽ ഉറിയാണെന്നും പറഞ്ഞുകൊണ്ട് അടിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെ തലക്കിട്ടും. വേഗം തന്നെ അമ്മേൻ്റെ തലയിൽ അടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അങ്ങ് കരയാൻ തുടങ്ങാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എല്ലാവരും കൂടെ ഓടിക്കൂടി, നീ മനഃപൂർവ്വം അല്ലേടി എൻ്റെ മോൻ്റെ തലയിൽ അടിച്ചതെന്ന് ചന്ദ്ര. അപ്പോൾ രേവതി, അയ്യോ ഞാൻ ശ്രദ്ധിച്ചില്ല, സോറി എന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതിയും വന്നിട്ട്, എന്താ രേവതി മര്യാദക്ക് അടിക്കണ്ടേ, എൻ്റെ ഭർത്താവിൻ്റെ തലക്കിട്ടാണോ നിങ്ങൾ അടിക്കുന്നതെന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയത്ത് രേവതിനോട് സച്ചി പറയുകയാണ്, രേവതി നീ 2 അടി കൂടുതൽ കൊടുക്കണമായിരുന്നു, നീ ഒരെണ്ണം കൊണ്ടെന്താ നിർത്തിയെന്ന് ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ വർഷ വന്നിട്ട് ചോദിക്കുകയാണ്, രേവതി നിങ്ങൾക്കും അടിക്കാൻ പറ്റിയില്ലല്ലോ, കഷ്ടമായിപ്പോയി രേവതി എന്ന് പറയുകയാണ്. അങ്ങനെ ചന്ദ്രയുടെ ടീമിൽ നിന്ന് നമ്മുടെ സച്ചി ഇറങ്ങുകയാണ്. സച്ചി ഇറങ്ങുമ്പോഴത്തേക്കും മുത്തശ്ശി പറയാണ്, എൻ്റെ സിംഗം നമ്മുടെ സച്ചി, അവന് തന്നെ ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയാനായിട്ട്. അപ്പം ചന്ദ്രയ്ക്ക് ഒരു പുച്ഛഭാവമാണ്. നമ്മുടെ സച്ചി വരുന്നു, കണ്ണൊക്കെ കെട്ടുന്നു, രേവതീനെ നോക്കുന്നു, ഭയങ്കര സ്റ്റൈലായിട്ട് കവലൊക്കെ ഇങ്ങനെ കറക്കി വന്ന് കറക്റ്റായിട്ട് ഉറിയടിക്കുകയാണ് കേട്ടോ. ഉറിയടിച്ചതും എല്ലാവരും കൂടെ കൈയടിച്ച് ആഹ്ലാദിക്കാൻ തുടങ്ങി. വേഗം തന്നെ ശ്രുതിയും അതുപോലെ തന്നെ ശ്രീകാന്ത് ഓടി വന്ന് സച്ചിനെ എടുത്ത് പൊക്കാണ്. അപ്പോൾ സച്ചി നോക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയുടെ മുഖത്തിന് വലിയ തെളിച്ചമൊന്നുമില്ല കേട്ടോ. അപ്പോൾ സച്ചി പറയാണ്, എടാ നിങ്ങളൊക്കെ എന്നെ എന്തിനാണ് എടുത്ത് പൊക്കുന്നത്, നമ്മുടെ ടീം ക്യാപ്റ്റൻ ആരാണ്, അമ്മയല്ലേ, അമ്മ അങ്ങ് എടുത്തു പൊക്കെന്ന് പറയാണ്. അങ്ങനെ എല്ലാവരും കൂടെ ചന്ദ്രയെ അങ്ങ് എടുത്തു പൊക്കാണ് കേട്ടോ. ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷമാവാണ്. ആ സമയത്ത് ഒരു സ്നേഹത്തോടു കൂടിയുള്ള നോട്ടം ചന്ദ്ര നമ്മുടെ സച്ചിനെ നോക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടുകൊണ്ട് കണ്ണ് നിറഞ്ഞു പോവാണ് നമ്മുടെ രവീന്ദ്രൻ്റെയും കലാവതി മുത്തശ്ശിയുടെയും. അതേപോലെ തന്നെ രേവതിയും കരഞ്ഞു പോവാട്ടോ. സച്ചിക്ക് ആദ്യമായിട്ട് അമ്മയുടെ ഭാഗത്ത് നിന്ന് ഒരു സ്നേഹത്തോടു കൂടിയുള്ളൊരു നോട്ടം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷം, അതിൻ്റെ കണ്ണുനീര് നമ്മുടെ രേവതിക്ക് ഉണ്ടാവുകയാണ് കേട്ടോ. എന്തായാലും ഈ കളി അല്ലെങ്കിൽ ഈ മത്സരത്തിൽ നമ്മുടെ സച്ചി തന്നെ ജയിക്കുകയാണ്. അടുത്ത മത്സരമാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. അടുത്ത മത്സരം എന്ന് പറയുന്നത് ടയർ ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോവില്ലേ, അപ്പോൾ ഇത് നിലത്ത് വീഴാതെ കറക്റ്റായിട്ട് ആ രേഖയിലെത്തണം, അതാണ് മത്സരം. പണ്ടൊക്കെ നമ്മളൊക്കെ ചിലപ്പോൾ കളിച്ചിട്ടുണ്ടാവും. കാരണം ഈ നമ്മുടെ
എന്തിൻ്റെ സൈക്കിളിൻ്റെ ടയർ ഇങ്ങനെ ഒരു കോല് വെച്ച് അടിച്ചടിച്ചടിച്ച് വീഴാതെ കൊണ്ടുപോവില്ലേ, അപ്പോൾ അതുപോലത്തെ ഒരു കളിയാണ് ഈ സംഭവം. അപ്പോൾ ഇങ്ങനെ സച്ചിയും രേവതി അതുപോലെ തന്നെ ശ്രുതി, സുധി, വർഷ, ശ്രീകാന്ത് ഇവരെല്ലാവരും ഇങ്ങനെ നിരന്ന് നിൽക്കുക. അപ്പോൾ വർഷ ചോദിക്കുകയാണ് ഈ ടയർ വെച്ചിട്ട് എന്ത് ചെയ്യാനായിട്ടാണ്? അപ്പോഴത്തേക്കും സച്ചി പറയാണ് ആ ടയറേ നമുക്ക് ഉരുട്ടി തിന്നാം, അതിന് വേണ്ടിയിട്ട് അവിടെ വെച്ചേക്കുന്നതെന്ന് പറയാണ്. അപ്പോൾ കലാവതി മുത്തശ്ശി പറയാണ്, സച്ചി നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മോളെ, നിങ്ങൾ പട്ടണത്തിലുള്ള പിള്ളേരായതുകൊണ്ട് നിനക്കിതിനെക്കുറിച്ചിട്ടൊന്നും അറിയില്ല. ഇവൻ ഗ്രാമത്തിൽ തന്നെ വളർന്നതുകൊണ്ട് ഇവൻ ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം, അത്രയേ ഉള്ളൂ. മോളെ, ഇത് ഉരുട്ടി നിങ്ങൾ വീഴ്ത്താതെ ആ കളത്തിലെത്തിക്കണം, അതാണ് നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന വർഷയും ശ്രുതിയും പറയുകയാണ്, അത്രയേ ഉള്ളൂ, അതൊക്കെ എനിക്ക് സിമ്പിളായിട്ട് പറ്റും. അപ്പോൾ ശ്രുതിക്കാണെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആട്ടോ, കാരണം ശ്രുതിയും ഒരു ഗ്രാമത്തിൽ വളർന്നതാണല്ലോ, മലേഷ്യ എന്നൊക്കെ ചുമ്മാ തള്ളുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രുതി കളത്തിൽ നിന്നുകൊണ്ട് രേവതിനെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കാറോ. രേവതി ശ്രുതിയുടെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ രേവതിയെക്കാളും എന്തായാലും ഇതിൽ ഫസ്റ്റ് അടിക്കാൻ പോകുന്ന ശ്രുതിയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മുടെ ശ്രുതി രേവതിനെ നോക്കുന്നത്. അങ്ങനെ ഇവരിങ്ങനെ ഉരുട്ടി ഉരുട്ടി വരികയാണ്. ഫസ്റ്റ് തന്നെ നമ്മുടെ ശ്രുതി ഔട്ടായി പോവാണ്. അപ്പോഴേക്കും ശ്രുതിനോട് ചന്ദ്ര പറയാണ്, എന്താടാ നീ ജയിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്, എന്ത് ചെയ്യാനായിട്ടാണമ്മേ, ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി അങ്ങ് മാറുകയാണ്. അതിനുശേഷം നമ്മുടെ ശ്രീകാന്ത് ഔട്ടാവുകയാണ് കേട്ടോ. അതിനുശേഷം നമ്മുടെ ശ്രുതിയാണെങ്കിൽ ഭയങ്കര ശ്രദ്ധയോടുകൂടി തന്നെ ഈ ടയർ ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മുടെ ശ്രുതിയുടെ ടയറുമോ വന്നിട്ട് വർഷയുടെ ടയർ മുട്ടുകയും നിലത്ത് പോവുകയും ചെയ്യുകയാണ് കേട്ടോ. ഇതോടുകൂടി ശ്രുതി ചോദിക്കുകയാണ്, എന്താ വർഷ ഈ കാണിച്ച മര്യാദക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നില്ലേ? അപ്പോൾ വർഷ പറയാണ്, അയ്യോ സോറി ശ്രുതി, ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, പറ്റിപ്പോയതാണ്, എൻ്റെ ടയർ പോയില്ലേ എന്ന് പറയാണ്. അതിനുശേഷം നമ്മുടെ സച്ചിൻ രേവതി മാത്രമേ കളത്തിലുള്ളൂ. രണ്ടുപേരും കറക്റ്റായിട്ട് ഉരുട്ടി ആ രേഖയിൽ കൊണ്ടുവരികയാണ് കേട്ടോ, ഒട്ടും വീഴ്ത്താതെ. അങ്ങനെ രണ്ടാളും ജയിച്ചിരിക്കുകയാണ്. ഇതോടുകൂടി എല്ലാവരും കൈയടിക്കുകയാണ് കേട്ടോ. എന്തായാലും ഏറ്റവും കൂടുതൽ വിജയം കൈവരിച്ചിരിക്കുന്നത് നമ്മുടെ സച്ചിയുടെ ടീമാണല്ലോ. അതുകൊണ്ട് തന്നെ മുത്തശ്ശി പറയാണ്, ചന്ദ്രയുടെ ടീമാണ് ജയിച്ചിരിക്കുന്നതെന്ന് പറയാണ്. അപ്പം ഇത് കേട്ടതും ചന്ദ്രയുടെ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ല. വലിയ ജയം എന്ന് പറയുകയാണ്. അല്ല, നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലുമാണ് ജയിച്ചിരുന്നെങ്കിൽ ഞാൻ സന്തോഷിച്ചേനെന്ന് ശ്രീകാന്തിനോടും നമ്മുടെ സുധീനോടും അടക്കം പറയുകയാണ് ചന്ദ്ര. ഈ സമയത്ത് ചന്ദ്രയോട് കലാവതി മുത്തശ്ശി ചോദിക്കുകയാണ്, എന്താ ചന്ദ്ര നിൻ്റെ മുഖത്ത് വലിയ തെളിച്ചമില്ലാത്തത്? കൊള്ളാലോ നീ, നിൻ്റെ മകൻ തന്നെയല്ലേ ജയിച്ചിരിക്കുന്നത്, നിൻ്റെ ടീമുമാണ് ജയിച്ചിരിക്കുന്നത്. സച്ചിക്ക് കൈ കൊടുക്കാൻ പറയുകയാണ്. അങ്ങനെ സച്ചിക്ക് കൈ കൊടുക്കുകയാണ്. മടിച്ചാണ് ചന്ദ്ര കൈ കൊടുക്കുന്നത്. അതിനുശേഷം രേവതിക്കും കൈ കൊടുക്കുകയാണ് കേട്ടോ. അതും വലിയ താല്പര്യത്തോടു കൂടിയൊന്നുമല്ല, മടിച്ച് തന്നെയാണ് ചന്ദ്ര കൊടുക്കുന്നത്. എന്തായാലും കൈ കൊടുത്തു. ഈ സമയത്ത് മുത്തശ്ശി പറയുകയാണ്, എന്തായാലും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു രേവതിയും സച്ചിയും തന്നെ വിജയിക്കുമെന്ന്. കാര്യമേ ഞാനിവരുടെ കുന്നായ്മകൾ കുറേ കണ്ടു എന്ന് പറയുകയാണ്. അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുക, ആരുടെ കുന്നായ്മകൾ? അത് പ്രത്യേകം പറയണേ എന്തിനാണ്? രേവതിയും സച്ചിയും ഒഴികെ ബാക്കി എല്ലാവർക്കും ഭയങ്കര കുന്നായ്മകൾ തന്നെയായിരുന്നല്ലോ. നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. അതായത് സച്ചിനെയും രേവതിനെയും എങ്ങനെയെങ്കിലും തോൽപ്പിക്കണം, എന്നിട്ട് ഞങ്ങൾക്ക് ജയിക്കുകയും വേണം. അതായിരുന്നു ഈ ടീമുകളുടെ എല്ലാവരുടെയും ആവശ്യം. ശ്രീകാന്തും വർഷയുടെയും അതുപോലെ തന്നെ സുധിയുടെയും ശ്രുതിയുടെയും അതെല്ലാം കഴിഞ്ഞ് ചന്ദ്രയ്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു സച്ചിനെയും രേവതിനെയും തോൽപ്പിക്കണം, ഇവർ ജയിക്കണമെന്ന്. ഇതെല്ലാം ചന്ദ്രയും ഇവരൊക്കെ പറയുന്നത് ഞാൻ കേട്ടതാണ്. പക്ഷേ രേവതിയും സച്ചിയും മാത്രം പറഞ്ഞു, ആര് ജയിച്ചാലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, കളിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായത് നമ്മുടെ കുടുംബമല്ലേ എന്നുള്ള രീതിയിൽ രേവതിയും സച്ചിയും മാത്രമാണ് സംസാരിച്ചത്. അപ്പം ഞാൻ തീരുമാനിച്ചതാണ് എന്തായാലും ടീം ഉണ്ടാക്കണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ സച്ചിയെയും രേവതിയെയും 2 ടീമിലായിട്ട് എടുത്തത്. അതുകൊണ്ട് തന്നെയാണ് കപ്പിൾസായിട്ട് ഇവർ മത്സരിക്കാതിരിക്കാനും ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചത്. ഇപ്പോൾ എനിക്കൊരു സന്തോഷം തോന്നി. ഇവർ രണ്ടാളും തോറ്റു കാണണമെന്ന് ആഗ്രഹിച്ച ആൾക്കാർ ഇവരെ കാരണം വിജയിച്ചതുകൊണ്ട് അവരുടെ മുഖത്തൊരു സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറയുകയാണ്. അതിലെനിക്ക് സന്തോഷമുണ്ടെന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന സച്ചി പറയുകയാണ്, ഞാൻ തോറ്റു കാണാൻ വേണ്ടിയിട്ടാണല്ലേ മുത്തശ്ശി അമ്മയടക്കം എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് പറയുകയാണ്. സച്ചിക്കൊരു വിഷമമൊക്കെ ഉണ്ട്. അപ്പോഴേക്കും മുത്തശ്ശി പറയുകയാണ്, അതിനിപ്പോൾ എന്താടാ, ജയിച്ചില്ലേ, ഇനി എന്തായാലും വാ നമുക്ക് അമ്പലത്തിലേക്ക് പോകാമെന്ന് പറയുകയാണ്. അപ്പോഴേക്കും സുധി പറയുകയാണ്, എൻ്റെ മുത്തശ്ശി ഇപ്പോഴാണ് മത്സരമൊക്കെ കഴിഞ്ഞു ഒരു സമാധാനമായിട്ട് നിൽക്കുന്നത്, അപ്പോഴേക്കും മുത്തശ്ശി ഒരു വെയിലത്ത് അമ്പലത്തിലോട്ട് കൊണ്ടുപോകുന്നത് ഒട്ടും ശരിയല്ല മുത്തശ്ശി എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ്, കേട്ടില്ലേ മുത്തശ്ശി, ഇവനെന്തോ മത്സരിച്ച് വിജയിച്ച പോലെയാണ് ഇവൻ്റെ വർത്താനം കേൾക്കുന്നത്, നീ എല്ലാത്തിനും തോറ്റില്ലടാ, എന്നിട്ട് നിനക്ക് നടക്കാൻ പറ്റൂലടാ, നടക്കടാ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു സ്ത്രീ വരുവാണ്, അതായത് ഒരു അയൽക്കാരിയാണ് മുത്തശ്ശിയുടെ. അപ്പോൾ അവർ വന്നിട്ട് പറയുകയാണ്, ആ കലാവതി മുത്തശ്ശി, നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കണ്ടിട്ട് എത്ര കാലമായി,
അപ്പോഴത്തേക്കും മുത്തശ്ശി പറയാണ്, അതെ അതെ, ഈ പൊങ്കലായിട്ട് എല്ലാവരും ഞങ്ങളുടെ മരുമക്കളും മക്കളുടെ മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ച് വന്നു, ഒത്തുകൂടാനായിട്ട് പറ്റി, ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഈ സ്ത്രീ പറയാണ്, എനിക്കും നിങ്ങളെല്ലാവരെയും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്, എന്നും ഇതുപോലെ സന്തോഷത്തോടുകൂടി ഇരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ചന്ദ്രയുടെ മുഖത്തിന് വലിയ തെളിച്ചമൊന്നുമില്ല. അപ്പോൾ ചന്ദ്രയുടെ മുഖം എന്താണ് ഇങ്ങനെ വാടിയിരിക്കുന്നത്, വെയിലിൻ്റെ ആണെന്ന് പറയാൻ കേട്ടോ. അടുത്ത സീനിൽ എല്ലാവരും കലാവതി മുത്തശ്ശിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ രേവതിയാണെങ്കിൽ എല്ലാവർക്കും ചായയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് സച്ചി പറയുകയാണ്, അച്ഛാ നാളെ രാവിലെ തന്നെ പോവാട്ടോ അച്ഛാ, അമ്മയുടെ അടുത്ത് നേരത്തെ റെഡിയാവാൻ പറഞ്ഞേക്കെന്ന് പറയുകയാണ്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുകയാണ്, അല്ല സച്ചി, എന്തിനാ ഇത്ര ധൃതിപ്പെട്ട് നാളെ രാവിലെ തന്നെ പോകുന്നത്, ഉച്ച കഴിഞ്ഞിട്ട് ചോറും കൂടെ കൊണ്ടിട്ട് പോയാൽ പോരെ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറയുകയാണ്, അയ്യോ മുത്തശ്ശി, ഇത്രയും ദിവസമായില്ലേ വന്നിട്ട്, ഓട്ടം പോകും മുത്തശ്ശി, ഓട്ടം പോയാൽ ശരിയാവില്ല എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ശ്രീകാന്തും പറയാണ്, മുത്തശ്ശി എനിക്കും ജോലിക്ക് പോകണം മുത്തശ്ശി, കുറേ ദിവസമായില്ലേ ലീവ് എടുത്തിട്ട്. അപ്പോൾ വർഷയും പറയാണ് കേട്ടോ, അത് ശരിയാ മുത്തശ്ശി, എനിക്കും പോകണം. അപ്പോൾ നമ്മുടെ ശ്രുതിയും പറയാണ്, മുത്തശ്ശി എനിക്ക് പാർലറിൽ കുറേ വർക്ക് വന്നിട്ടുണ്ടാവും, ഞാൻ ലീവ് എടുത്തിട്ട് ഒത്തിരി ആയില്ലേ, എന്തായാലും പോകണം മുത്തശ്ശി എന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന രേവതിയും പറയാണ്, മുത്തശ്ശി എനിക്കും കട തുറക്കണം, അല്ലെങ്കിൽ വരുന്ന കസ്റ്റമേഴ്സൊക്കെ കട തുറക്കാതെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടമാവും എന്ന് പറയുകയാണ്. ഇത് കേട്ട ചന്ദ്ര പറയാണ്, അവളുടെ വർത്താനം കേട്ടില്ലേ, എന്തോ വലിയ സോഫ്റ്റ്വെയർ കട നടത്തുന്നത് പോലെയാണ് ഇവളുടെ വർത്താനം, ഈ പൂക്കടയുടെ കാര്യമല്ലേ പറയുന്നത്, ശ്രുതി പറയുന്നത് കേട്ട് അങ്ങ് അടിച്ചു വിടുകയാണ്, എന്തോ ലക്ഷങ്ങളുടെ ബിസിനസ് ഉള്ള മാതിരി എന്ന് പറയാണ്. ഇത് കേട്ട സച്ചി പറയാണ്, അതെ ഞാൻ പറഞ്ഞതിന് ശേഷം എല്ലാവരും കൂടെ പറഞ്ഞത്, പിന്നെ രേവതി ലക്ഷങ്ങളാണോ ഉണ്ടാക്കുന്നത് അല്ലയോ എന്നുള്ളത് അമ്മ നോക്കേണ്ട കാര്യമില്ല, കട ചെറുതാണെങ്കിലും വലുതാണെങ്കിലും രേവതിക്ക് അത് വലുത് തന്നെയാണെന്ന് പറയാണ്. അപ്പോഴേക്കും കലാവതി മുത്തശ്ശി പറയാണ്, അല്ല മത്സരം കഴിഞ്ഞൊന്ന് വന്ന് കയറിയതേ ഉള്ളൂ, അപ്പോഴേക്കും തുടങ്ങിയോ അടുത്ത വഴക്ക്. അപ്പോഴേക്കും വർഷ പറയാണ്, എന്തായാലും മുത്തശ്ശി ഈ വഴക്ക് മാറ്റാനായിട്ട് നമുക്ക് ഇനിയും ഒരു മത്സരം നടത്താമെന്ന് പറയാണ്. അപ്പോഴേക്കും ശ്രുതി പറയാണ്, അയ്യോ ഇനി മത്സരമോ, ഇപ്പോഴാ പൊരുവേലത്തുനിന്ന് അകത്തോട്ട് കയറി, ഇനി മത്സരിക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറയാണ്. അപ്പോഴേക്കും വർഷ പറയുകയാണ്, അങ്ങനെ പുറത്തിറങ്ങി നിൽക്കുന്ന മത്സരമൊന്നുമല്ല, ട്രൂത്ത് ഓർ ഡെയർ, അതാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, അങ്ങനെ ഒരു മത്സരമോ എന്ന് വെച്ചാൽ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചോദ്യങ്ങളൊക്കെ ചോദിക്കും, അതിനൊന്നില്ലെങ്കിൽ നമുക്ക് സത്യമായിട്ട് ഉത്തരം പറയാം, അല്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ ചൂസ് ചെയ്യാം, അതായത് നിങ്ങളെന്താണോ പറയുന്നത് ആ കാര്യം ചെയ്ത് കാണിക്കുക. ഉദാഹരണത്തിന് ഒരാളെ വിളിച്ചിട്ട് പൈസ കടമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ പുഷപ്പ് എടുക്കാം, അങ്ങനെ നമ്മൾ പറയുന്നത് എന്തും അയാൾ കേൾക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു കളി, അപ്പോൾ എല്ലാവർക്കും സന്തോഷമാവാട്ടോ, എങ്കിൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ വർഷ പറയുകയാണ്, എങ്കിൽ പിന്നെ ശ്രീകാന്ത് തന്നെ തുടങ്ങിക്കോളാൻ പറയുകയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയുകയാണ്, അത് ശരി, നീ തന്നെ എന്നെ പെടുത്തി വിട്ടല്ലേടി, എന്തായാലും നമുക്ക് തുടങ്ങാം എന്ന് പറയുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം ചേർത്തുകൊണ്ടിട്ടാണ് നാളത്തെ എപ്പിസോഡ് വരാനായിട്ട് പോകുന്നത്. ഇതിന് ശേഷം നടക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സച്ചിൻ രേവതിയും അതുപോലെ ബാക്കിയുള്ള എല്ലാവരും കൂടെ തിരിച്ചവരുടെ വീട്ടിലേക്ക് വരികയാണ്. നമ്മുടെ ചന്ദ്രയാണെങ്കിൽ പിന്നെയും ചന്ദ്രയുടെ കുത്തിത്തിരിപ്പ് അത് തുടങ്ങുകയാണ്. നമ്മുടെ രേവതിയോട് വളരെ മോശമായിട്ടൊക്കെ ചന്ദ്ര പെരുമാറാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇനി വരാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കമൻറ്റ് സെക്ഷനിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നാളെ രാവിലെ 11 മണിക്ക് മുൻപായിട്ട് നമുക്ക് ചെമ്പനീർ പൂവിൻ്റെ അപ്കമിങ് ആയിട്ടുള്ള നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ടുള്ള 2-3 എപ്പിസോഡ് ഒരുമിച്ച് കോർത്തിണക്കി കൊണ്ടിട്ടുള്ള റിവ്യൂ അത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുള്ളൂ. അപ്പോൾ 11 മണിക്ക് മുമ്പ് നമ്മൾക്ക് ആ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റ.